ബ്ലാസ്റ്റേഴ്സ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അടിതെറ്റി വീണിരിക്കുന്നു. അതെ, തങ്ങളുടെ പുതിയ കോച്ചിൻ്റെ കീഴിലുള്ള ആദ്യത്തെ ISL മത്സരമായിരുന്നു ഇന്ന് അരങ്ങേറിയത്. അതായത് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം. പഞ്ചാബിനെതിരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. 1-2 ഗോളുകൾക്കാണ് പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ഒന്നാം പകുതിയിൽ പെബ്ര, നോഅ സദോയി, രാഹുൽ KP കൂട്ടുകെട്ടിലൂടെയായിരുന്നു പ്രകടനം ആരംഭിച്ചത്. രണ്ടാം പകുതിയിലെത്തിയപ്പോഴേക്കും പെബ്രയെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായ ജീസസ് ജെമിനസിനെ കളത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ ലൂണ ഇന്ന് കളിച്ചിട്ടില്ലായിരുന്നു. മികച്ച രീതിയിലുള്ള പ്രകടനമാണ് മത്സരത്തിൻ്റെ ഉടനീളം ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങൾ കാഴ്ചവെച്ചത്. നല്ല രീതിയിലുള്ള ത്രൂ ബോൾസും കൗണ്ടർ അറ്റാക്സും ഒക്കെ കാണാൻ സാധിച്ചു. എല്ലാ സീസണിലെക്കാട്ടിയും വ്യത്യസ്തമായ രീതിയിലുള്ള പ്ലേയിങ് സ്റ്റൈലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെത് ഇന്നത്തെ മത്സരത്തിൽ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിനിഷിങ്ങിലായിരുന്നു പാളിച്ചകളെല്ലാം. അതെ, അങ്ങനെ മത്സരത്തിൽ പഞ്ചാബ് ആദ്യത്തെ ഗോൾ നേടുന്നു ഒരു പെനാൽറ്റിയിലൂടെ. 33-ാം മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. ലൂക്കയാണ് ആ ഗോൾ അടിച്ചത് സബ്ബായി വന്ന്. മത്സരം ഇതാ 6 മിനിറ്റിൻ്റെ എക്സ്ട്രാ ടൈമിലേക്ക് കടന്നിരിക്കുന്നു. ഈ നിമിഷത്തിൽ പ്രീതം കോട്ടാലിൽ നിന്നും മികച്ച രീതിയിലുള്ള ഒരു ക്രോസ് കണ്ടു. ആ ക്രോസിനെ ഉജ്ജ്വലമായ ഗോളിലേക്കാണ് ജീസസ് ജിമിൻസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരം കാഴ്ചവെച്ചത്. പക്ഷേ അതിനൊരു ഉജ്ജ്വലമായ മറുപടിയാണ് പഞ്ചാബ് നൽകിയത്. തൊട്ടടുത്ത നിമിഷം തന്നെ അവർ വീണ്ടും ലീഡ് ഉയർത്തി. അങ്ങനെ മത്സരം അവർ വിജയിച്ചു. ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുത്തു. പക്ഷേ തങ്ങളുടെ ആരാധകർക്ക് വേണ്ടി സീസണിലെ ആദ്യ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ല. തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പഞ്ചാബിനെതിരെ 1-2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നു. അതേ അടുത്ത മത്സരത്തിൽ ലൂണ തിരിച്ചെത്തുകയും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും അതുപോലെ തന്നെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ. നോഅ സദോയെ പറ്റി പറയുകയാണെങ്കിൽ മത്സരത്തിൻ്റെ ഉടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്തത് അദ്ദേഹമാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സൈനിങ് ഓഫ് ഫുട്ബോൾ ബൈ റിഷാൽ.